നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിന്റെ ഈ വർഷം വരാനിരിക്കുന്ന വമ്പൻ 20 സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിലൊന്നാമത്തേത് ബറോസ് എന്ന ചിത്രമാണ്. മോഹൻലാൽ നായകനായും സംവിധായകനായും എത്തുന്ന ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ സിനിമയാണ് ബറോസ്. ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിന് പുറമെ ഗുരു സോമസുന്ദരം, കോമൽ ശർമ്മ തുടങ്ങിയവരും മറ്റു വിദേശ നടീനടന്മാരുമാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ഈ സിനിമ നിർമ്മിക്കുന്നതെന്നാണ് ആന്റണി പെരുമ്പാവൂർ നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഏകദേശം 10 ഭാഷകളിലായി ഒരേ സമയം ഇന്റർനാഷണൽ ലെവലിലായിരിക്കും ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുക. സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ഈ സിനിമ 3Dയിലായിരിക്കും റിലീസിനെത്തുക. ബറോസ് ഗാർഡിയൻ ഓഫ് ഡീഗോമസ് ട്രെഷർ എന്ന ജിജോ പൊനൂസിന്റെ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. മോഹൻലാലിന്റെ വർഷങ്ങളുടെ പരിചയ സമ്പത്തിൽ ഒരുങ്ങുന്ന ഈ സിനിമ തിയേറ്ററുകളിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന സിനിമയായി മാറും ബറോസ്. ഈ വർഷം മാർച്ച് 28 അല്ലെങ്കിൽ മെയ് മാസത്തിലോ ആയിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുക. അടുത്തത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ L2 എമ്പുരാൻ എന്ന സിനിമയാണ്. പൃഥ്വിരാജ് സുകുമാരനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത് സുകുമാരൻ, സായ് കുമാർ, ഷൈൻ ടോം ചാക്കോ, അർജുൻ ദാസ്, രാഹുൽ മാധവൻ, ബൈജു സന്തോഷ് തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ഏകദേശം 60 കോടി ചിലവ് വരുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ചേർന്നാണ്. നിലവിൽ ചിത്രീകരണത്തിന്റെ 2 ഷെഡ്യൂൾ പൂർത്തിയാക്കിയ എമ്പുരാന്റെ 3ാം ഷെഡ്യൂൾ ഉടൻ തന്നെ അമേരിക്കയിൽ വെച്ച് ആരംഭിക്കുന്നതാണ്. കൂടാതെ സ്വിറ്റ്സർലാൻഡ്, റഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ വെച്ചും കേരളത്തിൽ ഇടുക്കിയിലും കൊച്ചിയിലും വെച്ചായിരിക്കും സിനിമയുടെ മറ്റു ഭാഗങ്ങൾ ചിത്രീകരിക്കുക. ഉടൻ തന്നെ ചിത്രീകരണം പൂർത്തിയാക്കി ഈ വർഷം അവസാനത്തോടെ റിലീസിനെത്തുന്ന ഈ സിനിമ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും റിലീസിനെത്തുന്നതാണ്. അടുത്തത് നന്ദകിഷോർ സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തി പുറത്തിറങ്ങാനിരിക്കുന്ന ഋഷഭ എന്ന പാൻ ഇന്ത്യൻ സിനിമയാണ്. ആക്ഷൻ എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിന് പുറമെ ഷാനിയ കപൂർ, റോഷൻ മേക്ക, ശ്രീകാന്ത്, സിമ്രാൻ, രാഗിണി ദ്വിവേദി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2023 ജൂലൈയിലായിരുന്നു ഈ സിനിമയുടെ അനൗൺസ്മെന്റ് ഒഫീഷ്യലായി നടന്നിരുന്നത്. ഏകദേശം 50 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസിനെത്തുന്നതാണ്. മൈസൂരിലും ലണ്ടനിലും വെച്ചാണ് ചിത്രത്തിന്റെ ഏറിയ ഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. VFXന് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമ കൂടിയാണിത്. മലയാളത്തിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ സിനിമ ഈ വർഷം ജൂൺ മാസത്തോടെയായിരിക്കും പാൻ ഇന്ത്യ ലെവൽ റിലീസിനായി തിയേറ്ററുകളിൽ എത്തുക. അടുത്ത ചിത്രം റംബാനാണ്. മോഹൻലാലിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യാനിരിക്കുന്ന ചിത്രമാണ് റംബാൻ. അങ്കമാലി ഡയറീസ്, ഭീമന്റെ വഴി എന്നീ 2 സിനിമകൾക്ക് ശേഷം ചെമ്പൻ വിനോദ് ജോസ് തിരക്കഥ ഒരുക്കുന്നു എന്ന പ്രത്യേകത കൂടി റംബാൻ എന്ന ചിത്രത്തിനുണ്ട്. 9 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ജോഷിയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിൽ പുറത്തുവിട്ട ഒരു കൈയിൽ തോക്കും മറുകൈയിൽ ചുറ്റികയുമായി നിൽക്കുന്ന മോഹൻലാലിന്റെ ഫോട്ടോ അന്ന് ഭയങ്കരമായി വൈറലായിരുന്നു. ഏകദേശം 30 കോടി ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് ചെമ്പോക്കി മോഷൻ പിക്ചേഴ്സും അയൺസ്റ്റീൻ മീഡിയയും ചേർന്നാണ്. മലയാളത്തിന് പുറമെ ബോളിവുഡിൽ നിന്നും വിദേശത്ത് നിന്നും നിരവധി നടീനടന്മാർ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ബഹുഭൂരിപക്ഷവും ചിത്രീകരണം നടക്കുന്നത് അമേരിക്കയിൽ വെച്ചാണ്. കേരളത്തിൽ വെച്ചും ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. UK നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സായ് കുമാർ, ബിന്ദു പണിക്കർ ദമ്പതികളുടെ മകൾ കല്യാണി പണിക്കർ ഈ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. സമീർ താഹിറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. നിലവിൽ 80% തിരക്കഥ പൂർത്തിയാക്കിയ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ. ഈ വർഷം അവസാനത്തോടുകൂടി ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അടുത്തത് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി പുറത്തിറങ്ങാനിരിക്കുന്ന റാം എന്ന ചിത്രമാണ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ 2 ഭാഗങ്ങളായിട്ടായിരിക്കും തിയേറ്ററുകളിൽ എത്തുക. തൃശയാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ നായിക. ഇന്ദ്രജിത് സുകുമാരൻ, സായ് കുമാർ, ആദിൽ ഹുസൈൻ, സംയുക്ത മേനോൻ, സിദ്ദിഖ്, അനൂപ് മേനോൻ, ദുർഗ കൃഷ്ണ, സുമൻ, അഞ്ജലി നായർ, ലിയോണ ലിഷോയ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ബിഗ് ബജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. 2020 തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചതായിരുന്നു. ഏതാനും ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തതിനു ശേഷം കോവിഡ് പാൻഡമിക് കാരണം സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയായിരുന്നു. റാം മോഹൻ എന്ന റോ ഏജന്റ് ആയിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ എത്തുന്നത്. നിലവിൽ സിനിമയുടെ 80% ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി 20%
2 ഘട്ടങ്ങളായി ചിത്രീകരണം പൂർത്തിയാക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. യുകെയിലും ടുണീഷ്യയിലും ഇസ്രായേലും വെച്ചാണ് സിനിമയുടെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മോഹൻലാലിന്റെ പരാജയങ്ങളിൽ നിന്ന് എപ്പോഴും കൈപിടിച്ചുയർത്തിയ സംവിധായകൻ കൂടിയാണ് ജീത്തു ജോസഫ്. അതുകൊണ്ട് തന്നെ റാം എന്ന സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയാണ് ആരാധകർ നൽകുന്നത്. അടുത്തത് മോഹൻലാലിനെ നായകനാക്കി വിവേക് സംവിധാനം ചെയ്യാനിരിക്കുന്ന L353 എന്ന മാസ് ആക്ഷൻ സിനിമയാണ്. 2021 ഈ സിനിമ പ്രഖ്യാപിച്ചിരുന്നത്. അതിരൻ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം വിവേക് മോഹൻലാലിനെ കണ്ട് നല്ലൊരു കഥ പറയുകയും മോഹൻലാലിനെ ഇഷ്ടപ്പെടുകയും ഡേറ്റ് വാങ്ങിക്കുകയും ചെയ്തിരുന്നു. ടിബു ബേബി ജോൺ ആയിരുന്നു അന്ന് ഈ സിനിമ നിർമ്മിക്കാൻ തയ്യാറായിരുന്നത്. എന്നാൽ സ്ക്രിപ്റ്റിൽ പൂർണ്ണ തൃപ്തനല്ലാത്ത വിവേക് സിനിമയുടെ സ്ക്രിപ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്താനായി ചിത്രീകരണം നീട്ടിവെക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ 80% പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അടുത്തത് ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു ചിത്രമാണ് ദൃശ്യം 3. മലയാളികൾ വളരെയധികം കാത്തിരിക്കുന്ന, അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ചിത്രം കൂടിയാണ് ദൃശ്യം 3. എന്നാൽ ദൃശ്യം 3യുടെ ഒരു നല്ല ക്ലൈമാക്സ് ജീത്തു ജോസഫിന് ലഭിച്ചിട്ടുണ്ടെന്നും സിനിമയെക്കുറിച്ച് ആലോചിക്കുകയാണെന്നുമാണ് ജീത്തു ജോസഫ് പറഞ്ഞിരുന്നത്. എന്നാൽ സിനിമ തീർച്ചയായും ഉണ്ടാകുമെന്ന് മോഹൻലാലും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും നിരവധി ഇന്റർവ്യൂകളിൽ പറഞ്ഞിരുന്നു. ദൃശ്യം 1 മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. ദൃശ്യം 2 പ്രേക്ഷകർ വളരെയധികം സ്വീകരിച്ചിരുന്നു. മാത്രമല്ല ഈ 2 ചിത്രങ്ങളും നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏറ്റവും അധികം ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ദൃശ്യം. എന്നാൽ ദൃശ്യം 3 സംഭവിക്കുകയാണെങ്കിൽ പാൻ ഇന്ത്യൻ ലെവൽ റിലീസിനായിരിക്കും തയ്യാറെടുക്കുക. നിരവധി പരാജയങ്ങൾക്ക് ശേഷം മോഹൻലാലിന് നല്ലൊരു തിരിച്ചുവരവ് 2013 നൽകിയ സിനിമയായിരുന്നു ദൃശ്യം. അന്നത്തെ കാലത്ത് ഏകദേശം 5 കോടിക്ക് അടുത്ത് ബജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 72 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. അത്തരത്തിൽ ദൃശ്യം 3 തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ വമ്പൻ കളക്ഷൻ നേടുമെന്ന കാര്യം യാതൊരു സംശയമില്ലാത്തതാണ്. അടുത്ത ചിത്രം ഇതുവരെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്യാത്ത എന്നാൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. സംവിധായകൻ ബ്ലസ്സിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. തന്മാത്ര പ്രണയം എന്ന ശ്രദ്ധേയ ചിത്രത്തിന് ശേഷം മോഹൻലാലും ബ്ലസ്സിയും ഒന്നിക്കുന്ന പ്രത്യേകത കൂടി ഈ സിനിമക്കുണ്ട്. പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന ആടുജീവിതം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ തന്നെ ബ്ലസ്സി ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയെന്നാണ് അറിയാൻ സാധിച്ചത്. ആടുജീവിതം എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുകയും സിനിമയുടെ കൂടുതൽ ചർച്ചകൾ നടക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ബ്ലസ്സി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു സിനിമ ഇറങ്ങാനായി പ്രേക്ഷകർ വീണ്ടും കാത്തിരിക്കുകയാണ്. മോഹൻലാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും അധികം അഭിനയ പ്രാധാന്യമുള്ള 2 കഥാപാത്രങ്ങളായിരുന്നു ഇതിനു മുൻപ് ബ്ലസ്സി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലാണ് ബ്ലസ്സി മോഹൻലാൽ ചിത്രത്തിന് വേണ്ടി. അടുത്തത് മോഹൻലാലിന്റെ ഒരു തമിഴ് സിനിമയാണ്. ശിവകാർത്തികേയനെ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് SK22. മൃണാൽ താക്കൂറാണ് ഈ സിനിമയിൽ നായികയായി എത്തുന്നത്. ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. 2008 AR മുരുകദോസ് സംവിധാനം ചെയ്ത് ആമിർ ഖാനെ നായകനാക്കി പുറത്തിറക്കിയ ഗജനി എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ഷാരൂഖ് ഖാനെയും അമിതാഭ് ബച്ചനെയും വെച്ച് ഹിന്ദിയിൽ ചെയ്യാനിരുന്ന സിനിമയുടെ സ്ക്രിപ്റ്റായിരുന്നു ഇത്. എന്നാൽ അന്ന് നടക്കാത്തത് കാരണം പിന്നീട് മോഹൻലാലിലും ശിവകാർത്തികേയനിലും എത്തുകയായിരുന്നു ഈ സ്ക്രിപ്റ്റ്. അനിരുദ്ധാണ് SK22 എന്ന ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത്. അടുത്ത സിനിമ ഇതുവരെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്യാത്ത എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സിനിമയാണ്. മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന ഒരു ചിത്രമാണിത്. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് മോഹൻലാൽ സത്യനന്ദിക്കാട്. അവർ വീണ്ടും ഒന്നിക്കുന്നെന്ന വാർത്ത ആരാധകർ സന്തോഷത്തോടെയാണ് കാണുന്നത്. സിനിമയുടെ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മാത്രമല്ല അനൂപ് സത്യനും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒഫീഷ്യലായി അനൗൺസ് ചെയ്യാത്ത 10ഓളം സിനിമകൾ മോഹൻലാലിന്റേതായി ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിൽ ചിലത് മോഹൻലാൽ ദിലീഷ് പോത്തൻ ചിത്രം, അമ്മ അസോസിയേഷൻ നിർമ്മിക്കുന്ന സിനിമ, മോഹൻലാൽ ഷാജി കൈലാസ് ചിത്രം തുടങ്ങിയ ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിൽ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.